ഈ മനുഷ്യനെ ഓർത്ത് ഈ മനുഷ്യൻ അനുഭവിച്ച വേദനകളോർത്ത് ഈ മനുഷ്യന്റെ മരണശേഷം പോലും നീതിമാനായിരുന്ന ഈ മനുഷ്യന്റെ മരണശേഷം പോലും അദ്ദേഹത്തെ വെറുതെ വിടാത്തവരെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ഒരു മനുഷ്യൻ സ്വന്തം ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി മെഴുകുതിരി പോലെ ഉരുകി തീർന്ന ഒരു മനുഷ്യൻ ഈ മലയാളക്കരയിലെ ഏത് സാധാരണക്കാരന്റെയും ദുഃഖത്തിൽ ആശ്വാസമായിരുന്ന ഒരാൾ, കഷ്ടപ്പാടിൽ പ്രത്യാശയായിരുന്ന ഒരാൾ, ബലഹീനതയിൽ ശക്തിയായിരുന്ന ഒരാൾ, ഏത് പ്രതിസന്ധിയിലും മലയാളിക്ക് ആദ്യം ഓർമ്മ വരുന്ന ഒരു പേര്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശിവാനി പോലും നേരിട്ട് പേരിട്ട് വിളിച്ചിരുന്ന ഒരാള് ഇപ്പോഴത്തെ പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ എന്ന് പറയുമ്പോ വീട്ടിൽ പോയി ചോദിക്കാൻ ഒരു മനുഷ്യൻ ഈ നാടിന് വേണ്ടി ഉരുകി തീർന്നിട്ടുണ്ടെങ്കിൽ, ഈ നാടിന് വേണ്ടി ഉരുകി തീർന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം നെഞ്ചിൽ കൈവച്ച് പറയുന്നു, ഈ മനുഷ്യനെ ഓർത്ത് ഈ മനുഷ്യൻ അനുഭവിച്ച വേദനകളോർത്ത് ഈ മനുഷ്യന്റെ മരണശേഷം പോലും നീതിമാനായിരുന്ന ഈ മനുഷ്യന്റെ മരണശേഷം പോലും അദ്ദേഹത്തെ വെറുതെ വിടാത്തവരെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് യാത്ര ഇപ്പോഴുള്ള മന്ത്രിയല്ല, അടുത്ത UDF വന്ന ഈ മനുഷ്യന്റെ പേരിൽ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഏത് മുന്നണിയാണ് കൊടുക്കുക? 1000 രൂപ നമ്മുടെ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഏത് മുന്നണിയാണ് കൊടുക്കുക? മൂവായിരമാക്കുന്നത് ഏത് മുന്നണിയാർക്ക് മകപ്പുണ്ടാക്കുന്നത് ഏത് മുന്നണിയാണ്? 5 ലക്ഷം രൂപയുടെ വായ്പ മനുഷ്യരേതുമായി കൊടുക്കുന്നത് ഏത് മുന്നണിയാണ്? പത്തനാപുരം ജയിക്കാൻ പോകുന്ന മുന്നണി ഏതാ? പത്തനാപുരത്തിന്റെ MLA ആരായിരുന്നു? ആവേശം ബൂത്തിലേക്ക് കൊണ്ടുപോകണം, ബൂത്തിലും വീട്ടിലും ഓരോ വോട്ടർമാരിലേക്ക് കൊണ്ടുപോകണം. അതാണ് ഇലക്ഷൻ. നിങ്ങൾ പറഞ്ഞ വാക്ക് വിശ്വസിക്കുന്നു, ഈ മനുഷ്യന് സത്യമായി നീതിമാനായിരുന്നു.
ഇരുചക്ര വാഹനങ്ങളെല്ലാം ഫ്രണ്ടിലേക്ക് വരണം. ഈ പാലത്തിന് വേണ്ടി മുമ്പോട്ട് പോകുക. ഇരുചക്ര വാഹനങ്ങൾ സൈഡിൽ നിൽക്കുക. ഇരുചക്ര വാഹനങ്ങൾ സൈഡിൽ നിൽക്കുക. ഈ പാലത്തിന് വേണ്ടി മുമ്പോട്ട് വരട്ടെ. സ്ഥാനാർത്ഥിയും നമ്മുടെ ബഹുമാന്യനായ ഒതുക്കി